ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കേശവാസനത്തിന്റെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അംശു ബാബുവിനാണ് കൂടെ ഉള്ളത്. സ്വാഗതം സർ. നമസ്കാരം. വക്കീലെന്ന് വിളിക്കാം അല്ലേ? പിന്നെന്താ, അത് അംശു വിളിക്കണോ? എന്ത് വേണമെങ്കിലും വിളിക്കാം. വക്കീലെ, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നഗരസഭയുടെ കേശവാസനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ്. ആ വാർഡിലേക്ക് താങ്കൾ ചെയ്ത വികസനങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ? ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആ വാർഡിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ഒരു പ്രശ്നം റോഡുകളുടെ ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ വെള്ളക്കെട്ടുമാണ്. ഇപ്പോൾ നഗരത്തിലെ ഒരു പ്രധാന ഹൃദയഭാഗമാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ഒരു വയൽ പ്രദേശമായിരുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഒരു വളരെ വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം. നമ്മൾ കാണുന്ന എപ്പോഴും മെയിൻ ഇതാണ് ജംഗ്ഷൻസ് ഒക്കെ. അതെ. അപ്പൊ നമ്മള് മെയിൻ ജംഗ്ഷനിലെല്ലാം നമ്മൾ വളരെ ഭംഗിയായി പോകുന്നുണ്ട്, വളരെ ഹൈടെക് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് VK പ്രശാന്ത് MLA ആയതോടുകൂടി ആ വലിയൊരു വികസനം പ്രധാന റോഡുകളിലുണ്ടായിരുന്നു. പക്ഷെ വെള്ളക്കെട്ടുകൾ ഇതിന്റെ ഉൾപ്രദേശത്തെ പല ഇടറോഡുകളിലും വലിയ പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കുന്നതിനായിരുന്നു ആദ്യം പ്രാമുഖ്യം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 80 ലക്ഷം രൂപയ്ക്ക് അധികം ഈ പുതിയ ഓടകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ ഓടകളുടെ നവീകരണത്തിനും ചിലവാക്കിക്കൊണ്ട് ഒരു 99% വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ബിനോയ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശം പഴയ വയൽ പ്രദേശമാണ്. അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് കാലങ്ങളായി അവിടെ ഒരു കുളം തന്നെ റോഡിൽ രൂപപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അത് ആദ്യ വർഷം തന്നെ അത് ഇന്റർലോക്ക് പാകി അവിടെ പ്രത്യേകം കലുങ്ക് നിർമ്മിച്ച് അത് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി. അപ്പോൾ അത് പ്രധാനമായും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനാണ് ആദ്യമായി ഒരു പ്രാധാന്യം കൊടുത്തത്. അത് നഗരസഭയുടെ ഫണ്ടാണോ MLA ഫണ്ടാണോ? അത് നഗരസഭയുടെ പൂർണ്ണമായും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ അത് ചെയ്യാൻ കഴിഞ്ഞത്. അത് നഗരസഭ മേയറുടെ ഒരു വലിയ പിന്തുണ അതിന്റെ ഭാഗമായി നമുക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന പ്രശ്നം റോഡുകളുടെ ശോചനീയാവസ്ഥയായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ അവിടുത്തെ മുഴുവൻ റോഡുകളും ഏകദേശം നമുക്ക് ഇടറോഡുകൾ ഉൾപ്പെടെ അല്ലെ കേശവാസനം വാർഡ് നമുക്ക് ഏതൊക്കെ പ്രദേശങ്ങൾ വരുന്നുണ്ട്? ഇപ്പൊ കേശവാസനം വാർഡ് നമുക്ക് യഥാർത്ഥം തുടങ്ങിയാൽ മരപ്പാലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആരംഭിച്ചാൽ അത് നമ്മള് മരപ്പാലം ബണ്ട് വഴി നമ്മുടെ റോഡ് വഴി നമ്മളെ പട്ടം ജംഗ്ഷനിന്റെ വലത് ഭാഗത്തോടു കൂടി കേശവദാസപുരം ജംഗ്ഷൻ വരെയും അവിടെ നിന്ന് മുട്ടട ജംഗ്ഷൻ വരെയും റോഡിന്റെ വലത് ഭാഗം കറങ്ങി തിരിച്ച് വീണ്ടും മരപ്പാലത്ത് വരുന്നതാണ് യഥാർത്ഥത്തിൽ വാർഡ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നൊരു 10-15,000-ലധികം ആളുകൾ അവിടെ ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് ഉള്ളൊരു പ്രദേശമാണ്. ഏതാണ്ട് 8,000-ഓളം വോട്ടുകൾ അവിടെ. അതെ. 8,000-നും 9,000 ഇടയിൽ വോട്ടർമാരുണ്ട്. അതിൽ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് അങ്ങ് ജയിച്ചത്. 381 വോട്ടുകൾ. അതെ. ഒരു വലിയ വിജയം തന്നെ. സ്വാഭാവികമായും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ വേറെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ തിരുവനന്തപുരം ബാർ അസോസിയേഷനിലെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ലോ കോളേജ് യൂണിയൻ ചെയർമാനും മാഗസിൻ എഡിറ്ററുമായിരുന്നു ഒക്കെ. എന്തുകൊണ്ട് തൃശ്ശൂർ കോളേജിൽ പഠിച്ചത്? ഞാൻ തൃശ്ശൂർ എൻട്രൻസ് എഴുതി തൃശ്ശൂർ ലോ കോളേജ് ഓപ്റ്റ് ചെയ്താണ് പോയത്. അവിടെ എല്ലാം തിരുവനന്തപുരം ലോ കോളേജിലുമായിരുന്നു. നാട് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം പട്ടത്ത് തന്നെയാണ് ജനിച്ചതും വളർന്നതുമല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പം ബാക്കി ചെയ്ത കാര്യങ്ങൾ പിന്നീട് നമുക്ക് റോഡുകളുടെ വികസനവും അതുപോലെ തന്നെ ഓടകളുടെ നിർമ്മാണവും നവീകരണവുമാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ കൊടുത്തത്. പിന്നെ രണ്ടാമത് നമ്മൾ കൊടുത്തത് മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ് പിന്നീട് നമ്മൾ പ്രാമുഖ്യം കൊടുത്തത്. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വട്ടിയൂർക്കാവിന്റെ പ്രിയങ്കരനായിട്ടുള്ള MLA VK പ്രശാന്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ്. അതിന്റെ പിന്നീട് നമ്മൾ പ്രാധാന്യം കൊടുത്തത് മാലിന്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു. അവിടെ നമ്മൾ ഈ ചില വിവിധ ഇടറോഡുകളിൽ തന്നെ ഈ മാലിന്യ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ ഒരു ഡംപിങ് യാർഡ് എന്നുള്ള നിലയിൽ ചില സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ആ സ്പോട്ടുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് ആദ്യത്തെ നിലയിൽ അത് വൃത്തിയാക്കി അവിടെ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ചില ആളുകൾ അവിടെ ആ സമയത്ത് കൊണ്ടുവന്ന് ഇത്തരം മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്ന ഒരു രാത്രികാലങ്ങളിൽ അത് ആ വാർഡിലുള്ളവർ തന്നെയല്ല, പുറത്തുനിന്ന് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടുത്തെ യുവജനങ്ങളെല്ലാം ചേർത്ത് വെച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് രാത്രി ഒരു നൈറ്റ് സ്ക്വാഡ് നമ്മുടെ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി നൈറ്റ് സ്ക്വാഡ് ഇടുകയും അങ്ങനെ ഡംപ് ചെയ്യാൻ വരുന്ന പല ആളുകളെയും പിടിക്കുകയും അവർക്ക് ഭീമമായ തുക നമ്മുടെ നഗരസഭാ ഹെൽത്ത് വിഭാഗം ഈടാക്കുകയൊക്കെ ചെയ്തു. അതിന്റെ കമ്മീഷൻ അത് ആരാണോ കണ്ടുപിടിച്ചു കൊടുത്തത് അവർക്കുള്ള കമ്മീഷൻ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത്
ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. ഇപ്പൊ അങ്ങനെ ഡംപിങ് യാർഡുകളൊന്നും നമ്മുടെ വാർഡിൽ ഇല്ല എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ ഇപ്പോഴും കൊണ്ടിടുന്നവർ ചില ആളുകളുണ്ട്. അവരെ പിന്നെ നമ്മൾ പരമാവധി ബോധവൽക്കരണത്തിനും അവർക്കുള്ള സാധ്യത നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എയറോബിക് ബിന്നുകൾ, നമ്മൾ കിച്ചൺ ബിന്നുകൾ എല്ലാ വീടുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കണ്ടത് ആളുകളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് ഈ കിച്ചൺ ബിൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൽ ലഭ്യമാക്കേണ്ട എയറോബിക് ബിന്നിനകത്ത് ഇടേണ്ട, കിച്ചൺ ബിന്നിൽ ഉപയോഗിക്കേണ്ട ഇനോക്കുലം അവർക്ക് ലഭ്യമാകണം. അതുമായി ബന്ധപ്പെട്ട സർവീസ് അവർക്ക് ആ വാർഡിൽ തന്നെ ലഭ്യമാകണം എന്നുള്ള ആശയത്തോടു കൂടി ഒരു ഹരിത വിജ്ഞാന കേന്ദ്രം എന്ന നിലയിൽ വാർഡിൽ ഒരു സംരംഭം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് മുട്ടട ജംഗ്ഷനിലാണ് അത് പ്രവർത്തിക്കുന്നത്. പഴയ മുട്ടട LP സ്കൂളിന്റെ കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ മോഡലുകൾ അവിടെയുണ്ട്. അത് അവിടെ നിന്ന് ചെറിയ തുകയിൽ സബ്സിഡി നിരക്കിൽ നഗരസഭയിൽ നിന്ന് നമുക്കത് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം അവിടെയുണ്ട്. അവിടെ 2 സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവിടെ നിന്ന് നമ്മൾ പിന്നെ കിച്ചൺ ബിന്നുകളും മറ്റ് മാലിന്യ സംസ്കരണ ഉപാധികളും സ്വീകരിക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ഇനോക്കുലം കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും പ്രശ്നം അവർ ഉപയോഗിക്കുന്ന ഇതിലുണ്ടെങ്കിൽ ആ കിച്ചൺ ബിന്നിന്റെ സർവീസിന് വേണ്ടി അവിടെ നിന്ന് ആള് പോവുക. അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകളും ഇപ്പോൾ കിച്ചൺ ബിന്നിലേക്ക് വന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആളുകളെ വിശ്വാസത്തിലെടുത്താൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം വളരെ എളുപ്പമാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു. നമുക്കിനി ആരോഗ്യ മേഖലയിലേക്ക് വരാം. ആരോഗ്യ മേഖലയിൽ പിന്നീട് നമ്മൾ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ തൊട്ടടുത്തുള്ളത് മുട്ടട വാർഡിലാണ്. അത് മുട്ടട ജംഗ്ഷനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് മുട്ടടയിൽ എത്തുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമായതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും ഇപ്പോൾ അത് അനുവദിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലക്ഷ്മി നഗർ ജംഗ്ഷനിൽ അതിന്റെ പ്രവർത്തനം ഏതാണ്ട് അത് ഈ പിന്നെ ജൂലൈ ആദ്യവാരം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് പണി പൂർത്തിയാകുകയാണ്. അവിടെ അത് വരുന്നതോടുകൂടി ഉച്ചയ്ക്ക് 2 മണി മുതൽ അത് പ്രവർത്തനം ആരംഭിച്ചാൽ അത് രാത്രി 8 മണി വരെ അവിടെ സേവനം ഉണ്ടാവും. ഒരു ഡോക്ടറുടെ സേവനം, 2 നഴ്സുമാർ, അതുപോലെ തന്നെ ഒരു പാരാമെഡിക്കലിന്റെ 2 സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനം അവിടെ ലഭ്യമാകും. ആരോഗ്യ മേഖലയിൽ ആ ഒരു ക്ലിനിക്കാണ് നമുക്ക് വരുന്നത്. അതെ. അതുപോലെ അംഗനവാടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? അംഗനവാടികൾ 3 അംഗൻവാടിയാണ് ഇപ്പോൾ നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ബാക്കി രണ്ട് നഗരസഭയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്കവിടെ ഈ സ്ഥലപരിമിതി ഒരു വളരെ പ്രശ്നമാണ്. നഗരസഭയുടെ സ്ഥലമായിട്ടോ പൊതുസ്ഥലമായിട്ടോ വാർഡിൽ ഒരു സ്ഥലം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗൻവാടിക്ക് ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് ഉള്ള ഒരു പ്രവർത്തനം നമുക്ക് ഇനി നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയായി മാറിയിട്ടുണ്ട്. കുട്ടികൾക്ക് ടിവിയും മറ്റ് കാര്യങ്ങളും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി AC എന്നുള്ളത് കൂടി അവിടെ നമ്മൾ പരിഗണിക്കുന്നതാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഓ, ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങളുടെ കൗൺസിലർ ഉണ്ട്, അംശു. അപ്പോ ഇതുവരെ നടന്ന വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ആ വാർഡിലേക്ക് ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്താണ്? സംസാരിക്കാം. ഹലോ. ഇവിടെ ഇതുവരെയുള്ള വികസനങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിലാണ് ഇതുവരെ ശ്രീ അംശു വാസുദേവന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, precious like me. I'm Dr. Rahna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്,
കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് LIC ഓഫീസിന്റെ പുറകുവശത്ത് നിന്ന് MG കോളേജ് പോകുന്ന റോഡും അത് പല റോഡുകൾ കണക്ട് ചെയ്യുന്നുണ്ട്, DK റോഡ്. അപ്പൊ അവിടെ ഞങ്ങൾക്കൊരു ഹൈമാർട്ട് ലൈറ്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പ്രയത്നത്താല് MLA VK പ്രശാന്തും എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അത് സ്ഥാപിതമായി തന്നു. അത് വളരെ ഉപകാരപ്രദമായിരുന്നു ഈ പ്രദേശവാസികൾക്ക്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ LIC മെയിൻ റോഡിൽ നിന്നും ലക്ഷ്മി നഗറിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗം, അതൊരു ചെറിയ ഒരു ജംഗ്ഷൻ പോലുള്ള ഒരു ഏരിയയാണ്. ആ ഭാഗത്തിലായിട്ട് ഹൈമാർട്ട് ലൈറ്റിന്റെ റിക്വസ്റ്റും MLAയോടും കൗൺസിലറോടും പറഞ്ഞിരുന്നു. അത് ഇപ്പൊ ഉടനെ നടപ്പിലാക്കി തരും എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ കൂടാതെ ഇവിടുത്തെ റോഡ് ടാറിംഗ് വളരെ ഭംഗിയായ രീതിയിൽ നല്ല നിലവാരത്തിലുള്ള റോഡ് ടാറിംഗ് ഇവിടെ നടക്കുകയുണ്ടായി. മാത്രമല്ല ഞങ്ങളുടെ അടുത്തായിട്ട് തന്നെ ഈ LICയുടെ ഭാഗത്തായിട്ട് തന്നെ ഒരു ഹെൽത്ത് കെയറിന്റെ വെൽനസ് ക്ലിനിക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. മിക്കവാറും ഈ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഇനാഗുറേഷൻ വരുന്നത്. അപ്പൊ അത് ഈ പ്രദേശവാസികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയായിട്ടാണ് വിലയിരുത്താനുള്ളത്. ഓക്കെ സുരേഷ് സാർ, നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അല്ല നമുക്കിനി കൂടുതലായി അവിടെ എന്തെങ്കിലും, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, കൂടുതലായി നമുക്ക് എന്തെങ്കിലും ഒരു വികസനത്തെ കുറിച്ച് പറയാനുണ്ടോ? ഹൈമാസ് ലൈറ്റ് അല്ലാതെ ലൈറ്റ് അല്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ അടുത്ത് വരാനുള്ള ഈ PHCയുടെ അണ്ടറിൽ വരുന്ന ഒരു ഹെൽത്ത് കെയർ ക്ലിനിക്. ഓക്കെ, കാരണം ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാം അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PHC മുട്ടടയും അല്ലെങ്കിൽ നാലാന്തര ഭാഗമൊക്കെയാണ്. പ്രദേശത്ത് ആ ഒരു PHC ക്ലിനിക്ക് വരുന്നത് എന്തുകൊണ്ടും ആശ്വാസകരമായ ഒരു കാര്യമാണ്, വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബിൽഡിംഗ് ഇൻസ്റ്റലേഷനും കാര്യങ്ങളും വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ജൂലൈ ഫസ്റ്റ് വീക്കോടെ ഇനാഗുറേറ്റ് ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. സുരേഷ് സാർ, അസോസിയേഷന്റെ നേതൃത്വത്തിലും കോർപ്പറേഷനുമായിട്ടും ശ്രീ കൗൺസിലറുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടന്നു മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ സുരേഷ് സാറേ, നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. അപ്പൊ എന്തായാലും നമ്മുടെ മിനി ഹൈമാസ് ലൈറ്റ് ഉടനെ തന്നെ നമുക്ക് അവിടെ വരുത്തും. അത് നമ്മുടെ ആ ജംഗ്ഷൻ ഒരു ചെറിയ ജംഗ്ഷൻ ആണെങ്കിലും വളരെ ലൈറ്റ് ആവശ്യമുള്ള ജംഗ്ഷനാണ്. അത് നമുക്ക് അത് MLA ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ നമുക്ക് അതവിടെ സ്ഥാപിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് പരിഗണിക്കാം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. കാരണം ഞങ്ങള് കൗൺസിലറുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി സാർ, താങ്ക് യു സർ, താങ്ക് യു. നമുക്കേ ഇതുവരെ, അതായത് നമ്മൾക്ക് ഈ 4.5 വർഷം വരെ നമ്മൾ എത്ര രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും ഓരോരോ പ്രോജക്റ്റുകൾക്കായിട്ട്? നമുക്ക് കഴിഞ്ഞ ഈ പറഞ്ഞ 5 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന 5 കോടിക്ക് മേളിലുള്ള തുക എന്തായാലും ചെലവഴിച്ചിട്ടുണ്ട് ആ വാർഡിൽ എന്നുള്ളതാണ്. അപ്പോൾ 80 ലക്ഷത്തിൽ വളരെ മേളിൽ പോയിട്ടുണ്ട്. അതെ. നമുക്ക് ഈ പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക തികയില്ല. നമുക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തികയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വിവിധ പദ്ധതികളിൽ നഗരസഭ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് 5 കോടിക്ക് മുകളിൽ നമ്മൾ വികസന പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ ഈ നമ്മൾ ഭവന പദ്ധതികൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആർക്ക് കൊടുത്തിട്ടുണ്ട്, മെയിൻ്റെനൻസിന്റെ അതിന്റെ കാര്യങ്ങൾ? അത് ഓരോ വർഷവും നമുക്ക് പരമാവധി ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന നഗരസഭ പറയുന്ന എണ്ണത്തിന് പരമാവധി എണ്ണത്തിന് നമുക്ക് അവിടെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അതിന് അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. സിറ്റിയുടെ നമ്മള് അതൊരു സിറ്റിയുടെ ഹൃദയഭാഗവും നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത്തരം അർഹതപ്പെട്ട നിരവധി ആളുകൾ ആ വാർഡുകളിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല. അവര് ഈ സിറ്റിയുടെ എല്ലാ സുഖത്തിലും പിന്നെ സാഹചര്യത്തിലുമാണ് നമ്മൾ വിചാരിക്കുമ്പോഴും അങ്ങനെയുള്ള ആളുകളും അവിടെ ഉണ്ട്. അവർക്ക് അത്തരം ആളുകളുണ്ട്. അപ്പൊ അവരെ കൂടെ കാണാതെ പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല. ഈ സൗജന്യ വെള്ള കണക്ഷൻ അങ്ങനെയൊക്കെ? അതെ, സൗജന്യ വെള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നു അമൃത് പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഏകദേശം 600-ലധികം കുടിവെള്ള കണക്ഷൻ നമുക്ക് ആ വാർഡിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. സിറ്റിയിലെ ഏറ്റവും വലിയൊരു വാർഡിലാണ് ഈ പറയുന്നത്. അതെ, നമുക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ നമുക്ക് APL BPL വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും നമ്മൾ അത് ലഭ്യമാക്കുകയാണ് ചെയ്തത്. പിന്നെ ആ നഗരത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗം ഒരു 2 നില കെട്ടിടമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നില വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകം TC നമ്പർ ഇടേണ്ടി വരും, അതിന് പ്രത്യേക വാട്ടർ കണക്ഷൻ വേണ്ടി വരും. അതെല്ലാം നമ്മൾ അവർക്ക് വാട്ടർ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വ്യവസായ സംഭവം തന്നെയാണ് അവിടെ. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്നുള്ളത് നിലയിൽ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അവിടെ ഉണ്ട്. അത് അവർക്കൊക്കെ കുടിവെള്ള കണക്ഷനൊക്കെ ലഭ്യമാക്കുന്നത്. നമുക്ക് 22ഓളം റെസിഡൻസ് അസോസിയേഷനുകളാണ് ആ വാർഡിനകത്ത് പ്രവർത്തിക്കുന്നത്. സജീവമായ ഒരു 19 അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ വയോജനങ്ങൾക്കുള്ള സംഭവങ്ങൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? അതെ, അത് നമുക്ക് ഈ നഗരസഭയുടെ ഭാഗമായി എല്ലാ 2ാം ശനിയാഴ്ചയും വയോജന ക്യാമ്പ് ഉണ്ട്. എല്ലാ വാർഡിലും ഉള്ളതാണ്. വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും അവർക്ക് സൗജന്യമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ക്യാമ്പുകളുണ്ട്. അതുപോലെ തന്നെ 2 മാസം കൂടുമ്പോൾ ഇത് കൂടാതെ നമ്മുടെ വാർഡിൻ്റെതായി നമ്മൾ വയോജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ക്യാമ്പുകൾ, അത് വിവിധ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ക്യാമ്പുകൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് വയോജനങ്ങളെയാണ് കൂടുതൽ നമ്മൾ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ കണ്ണുകളുടെ പരിശോധന, ചെവിയുടെ പരിശോധന, അതുപോലെ തന്നെ ഈ ഓറൽ ക്യാൻസർ, അത് നമ്മൾ പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആ ഓറൽ ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും അതിൻ്റെ പരിശോധനയും അങ്ങനെ നിരവധിയായിട്ടുള്ള ക്യാമ്പുകൾ വയോജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ നമുക്ക് ഈ അവസരത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. ഈ വൃദ്ധർക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി, പകൽ വീട് പോലുള്ള സാധനങ്ങൾ. അതെ, അത് നഗരസഭയുടെ ഇപ്പോൾ അതിലൊരു പ്രോജക്റ്റ് തന്നെയുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പകൽ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങൾ നഗരസഭയുടെ ഭാഗമായി ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്തരത്തിലൊരു കേന്ദ്രം തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലപരിമിതിയാണ് നമ്മുടെ വാർഡിൽ. നമുക്ക് പുതിയ ഒരു ഹാള് കെട്ടാൻ പോലും സ്ഥലം ഇല്ലാത്തൊരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് നമുക്ക് പിന്നെ ഉള്ളത് ഏതെങ്കിലും സ്വകാര്യ വീടുകളെല്ലാം നമുക്ക് വാടകയ്ക്ക് എടുത്ത് മുതലാവില്ല. അതിപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവിടെ സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, നിങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങൾ അടുത്തുണ്ട്, സംസാരിച്ചോളൂ. തുളസി സാർ നമസ്കാരം. നമ്മുടെ കേരള വിഷന്റെ ജനസംശം പരിപാടിയിലാണുള്ളത്. അപ്പൊ അവരിപ്പോ ചോദിക്കുന്നത് നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെയാണ്. അപ്പോൾ നടത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലും ഒക്കെ നമുക്ക് നടത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. പിന്നെന്താ, എങ്ങനെ പ്രിയങ്കരനായ കൗൺസിലർ അഡ്വക്കേറ്റ് അംശു വാസുദേവൻ വാർഡിന്റെ ചുമതല ഏറ്റപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ പ്രദേശത്തുകാർ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വഴിയും അതുപോലെ തന്നെ റോഡുകളും ഒക്കെ ആയിരുന്നു. അപ്പം വളരെ ശോച്യാവസ്ഥയിൽ വരുന്ന ഇടവഴികളും റോഡുകളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ ചുക്കാക്കിയോട് തന്നെ പുനരുദ്ധാരണം നടത്തുകയുണ്ടായി. അതിനെ പ്രദേശവാസികളെല്ലാം സംതൃപ്തരാണ്. കൂടാതെ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആ സാറിന്റെ പ്രദേശത്തോ നമ്മുടെ ആ വാർഡിനകത്തോ വരുന്ന പുതിയതായിട്ട് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പൂർത്തീകരിക്കുന്ന ഏതാനും ഇതുപോലെ റോഡിന്റെ ഇടറോഡുകളുടെ ചില പരിപാടികൾ പദ്ധതികൾ ബാക്കിയുണ്ട്. അത് പ്രധാനമായിട്ടും
നമ്മുടെ ചൈതന്യ ഗാർഡൻസ് തുടങ്ങി ബിനോയിനേറ്റ് അവസാനിക്കുന്ന റോഡിന്റെ അതുപോലെ തന്നെ ഒന്നിന്റെ ഇട റോഡുകളുടെ വഴി പൂർത്തീകരിക്കാറുണ്ട്. ബാക്കി എല്ലാ മിക്കവാറും വാർഡിന്റെ മൊത്തം റോഡുകളും അതുപോലെ ഇട റോഡുകൾ ഇന്റർലോക്ക് ചെയ്തുമാണ് ബോഡി ഭംഗിയാക്കിയിരിക്കുന്നത്. പക്ഷെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ സുദീർഘമായ സേവനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ പ്രദേശവാസികളുടെ എല്ലാം അഭിനന്ദനങ്ങൾ. സർ, നമുക്ക് സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആ ചൈതന്യ നഗർ റോഡ്. അത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. നമ്മൾ ഒരു 3 കൊല്ലം മുമ്പ് നമ്മൾ ടാർ ചെയ്തതാണെങ്കിലും പിന്നെ അവിടെ ഈ ഊറ്റ് വെള്ളം വന്ന് അത് റോഡ് വീണ്ടും നാശമായതാണ്. അപ്പൊ നമ്മളിപ്പോ MLA ആ റോഡ് ഒരു നല്ല നിലവാരത്തിൽ അത് ടാർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് 23.5 ലക്ഷം രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ടെൻഡർ പ്രോസസ്സിംഗിലാണ്. നമുക്ക് ഓഗസ്റ്റ് ആദ്യ വാരത്തോടു കൂടി അതിന്റെ വർക്ക് നടത്താൻ കഴിയും സാർ. നമുക്കത് ചെയ്യാം. നമുക്കത് വളരെ ഭംഗിയായി അത് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു എന്നുള്ളതാണ്. നമ്മളടുത്ത് ഈ തെരുവ് നായ്ക്കളുടെ ഒരു വിഷയത്തിലേക്ക് വരാം. അതെ. അപ്പൊ വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, ഒരു മുൻ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്, തെരുവ് നായ്ക്കളെ വനത്തിൽ കൊണ്ടാക്കിയാൽ മറ്റുള്ളവർക്ക് ആഹാരമാവും എന്നൊരു സംഭവം പറയുന്നുണ്ട്. അതിനോട് ശ്രീമാൻ അംശു അഡ്വക്കേറ്റ് എങ്ങനെയാണ് വക്കീല് യോജിക്കുന്നുണ്ടോ? ഈ വിഷയത്തെ നമ്മൾ 2 തരത്തിൽ കാണണം. നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, എല്ലാവരും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കുന്ന ഒരു വിഷയവും ഈ തെരുവുനായ വിഷയമാണ്. അപ്പോൾ അത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടി വരുന്ന ഒരു വിഷയവുമാണ്. അപ്പം നമ്മുടെ എല്ലാ വാർഡുകളിലും ആ പ്രശ്നം ഉണ്ടാവാം. പക്ഷെ അതിനകത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്കുള്ള പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ നിലവിൽ നിലനിൽക്കുന്ന നിയമം നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രസ്താവന നടത്താൻ കാട്ടിലേക്ക് കൊണ്ടുവിടാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പ്രസ്താവന നടത്താൻ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒരു ജനപ്രതിനിധിക്കോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിനകത്തോ നമുക്കത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. നഗരസഭയ്ക്കോ അത് ചെയ്യാൻ കഴിയില്ല, നിയമത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വളരെ കാര്യങ്ങളായിട്ടുള്ള നായ്ക്കളെ കൊല്ലുന്നതിന് പോലും നമുക്ക് കഴിയാത്ത, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയാത്ത സ്ഥിതിയുണ്ട്. അതിനെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് സുപ്രീം കോടതിയിൽ അതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള കേസുണ്ട്. അതിൽ കക്ഷി ചേരാൻ വേണ്ടി നമ്മുടെ നഗരസഭയും തീരുമാനിച്ച് നമ്മൾ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ABC നിയമം ഇതിലൊരു വലിയ ബാധ്യതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം അതിനകത്ത് വരുന്നത്. ഇപ്പൊ മൃഗങ്ങളെ നമ്മൾ അവരുടെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. അപ്പൊ അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ നിയമ ഭേദഗതി ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ വലുതാണ് എന്ന് ഈ കാര്യത്തിൽ നമുക്ക് കാണേണ്ടി വരും. അത് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമാവധി നമ്മളവിടെ 2 മാസത്തിലൊരിക്കൽ ഈ തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി അവരെ വന്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് ശാശ്വതമായിട്ടൊരു പരിഹാരമല്ല. അത് നമുക്ക് ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നിലവിൽ അതുകൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊരു ശാശ്വതമായ പരിഹാരം നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always.
passion for all at my own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ. ഓ, ഞങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ ഉണ്ട്. അപ്പൊ ഇതുവരെ നടന്ന വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അവിടെ അദ്ദേഹം പൂർത്തീകരിച്ച എന്തെങ്കിലും പദ്ധതി ഉണ്ടോ, ഇനി പുതിയ വല്ല പദ്ധതി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നമുക്ക് ചാനലിൽ കൂടെ നിങ്ങൾക്ക് പറയാം. കൗൺസിലറിന്റെ ഇതിനായിട്ടും അത് നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് നമ്മള് തുടങ്ങിയ കാലം മുതൽ തന്നെ ആവശ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. അവർക്ക് നമ്മള് ആ പ്രദേശത്തുള്ള ഒരു വഴിസഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളത് നമ്മൾ വളരെ മുൻകാലത്തിൽ നമ്മൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് നല്ല രീതിയിലുള്ള ഒരു ഇടം നടത്തുകയും അത് സന്ദേഹമായി മാറ്റുന്ന രീതിയിലുള്ള തന്നെ ഒരു ഇടം നടത്തിയിട്ടുകൊണ്ട് ഈ റോഡ് ടാറിങ്ങിന്റെ ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. പിന്നെ അതൊരു സൂചിപ്പിക്കാനുള്ള വേറൊരു കാര്യം പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഈ അവിടെ വെള്ളം കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് നമ്മളെല്ലാവരും ഒന്നടങ്കം ഒരുപാട് തവണ ആവശ്യപ്പെട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഈ അടുത്ത കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നല്ലൊരു ഇടപെടൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അവിടെ ഇനി നമ്മൾ ഇനി ആ പ്രദേശത്ത് അവർക്ക് ആവശ്യപ്പെടാനുള്ളത് കൗൺസിലറുകൾ എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം തെരുവ് ഒരു വിഷയമാണ്. എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമ്മൾ ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ക്രമമായിട്ടുള്ള പൂർത്തിയായിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ അത് ഉള്ളത് അത് നമുക്ക് വിശ്വാസമാണ് അത് പൂർത്തീകരിക്കുന്നുണ്ട്. അത് നല്ല വളരെ വളരെ തന്നെയാണ് നമുക്ക് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് അവിടെ കുടിവെള്ള പദ്ധതി നടന്നത് ആ എത്ര ഏരിയക്കകത്ത് എത്ര വീടുകളിലേക്ക് കിട്ടിക്കാണോ ഉദ്ദേശം? അത് നമുക്ക് അത് നേരത്തെ കുടിവെള്ള പദ്ധതി ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പ്രഷർ കുറവ് എന്ന് പറയാൻ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. പ്രഷർ ക്രമാതീതമായി രണ്ടാം പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് തന്നെ അതിനകത്തൊരു പരിഹാരമായിട്ട് ഇപ്പൊ ഒരു പുതിയൊരു പ്രൊജക്ടിന് ഭാഗമായിട്ട് രണ്ടാമത് ഒരു പൈപ്പ് ലൈൻ ഇടുകയും ഈ നമ്മുടെ മലപ്പാലം മുതൽ പട്ടം പാലത്തിൽ ആ ഭാഗം വരുമ്പോൾ അടുത്തൊരു പുതിയൊരു കണക്ഷൻ എടുത്ത് അതെല്ലാം ഇതാക്കിയിട്ടുണ്ട്. ആ പ്രൊജക്ട് റോഡ് ടാറിങ്ങിന്റെ പൂർത്തിയായി കഴിഞ്ഞാൽ അതിനോടുകൂടി വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയും. തീർച്ചയായിട്ടും. വേറെ ഏതെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ആ പ്രദേശത്ത്? വേറെ നമ്മളിപ്പോ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്കത് ശ്രദ്ധയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ഇന്റർലോക്ക് ഈ കുറച്ച് വഴിയുള്ള ഇന്റർലോക്ക് ഇടാനുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അനുഭവ രീതിയിൽ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. അത് നമുക്ക് പ്രതീക്ഷയോടെ തന്നെയാണ് ആ ഇന്റർലോക്കിന്റെ ഭാഗങ്ങൾ പൂർത്തീകരിക്കും എന്ന പ്രതീക്ഷയേ ഉള്ളൂ. അനീഷ് സാർ, അത് നമ്മുടെ ഇപ്പൊ ഈ പൈപ്പിന്റെ വർക്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ടാറിങ്ങും അതിന് ആ റോഡിന് അനുബന്ധമായിട്ടുള്ള ഇന്റർലോക്കിംഗ് കൂടെ നമുക്ക് പൂർത്തിയാക്കാം. നമ്മൾ ആ പൈപ്പിന്റെ വർക്കിനെയാണ്. അതെ നമ്മുടെ അപ്പൊ അനീഷ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ കുടിവെള്ള പ്രശ്നം നമ്മളിപ്പോ പരിഹരിക്കാൻ കഴിഞ്ഞു. പുതിയ കണക്ഷൻ വന്നു.
ഇനി നമുക്ക് ആ റോഡ് ഇപ്പോൾ കുടിവെള്ളത്തിന് പൈപ്പിന് ലൈനിന് വേണ്ടി നമ്മൾ കുഴിച്ച റോഡ് നമുക്കിപ്പോൾ നമുക്ക് ടാറിങ് നടത്തണം. അതോടൊപ്പം നമുക്ക് ഇന്റർലോക്ക് കൂടെ ചെയ്ത് ആ ഇട റോഡുകൾ കൂടെ നമുക്ക് ഭംഗിയാക്കാം. ഓക്കെ. അതെ 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 അനീസ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ബണ്ട് പ്രദേശത്തെ മുഴുവൻ മരങ്ങളും റോഡിലേക്ക് തോട്ടിലേക്ക് നിന്നിരുന്ന മുഴുവൻ മരങ്ങളും മാറ്റി. അതിന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ ആണ്. അതിന് നമുക്ക് കേണി പാലം മുതൽ മരപ്പാലം പാലം വരെയുള്ള പ്രദേശത്തെ ബണ്ടിലേക്ക് നിന്നിരുന്ന മുഴുവൻ മരങ്ങളും വെട്ടി മാറ്റി ആ റോഡ് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തോടിന്റെ പാർശ്വഭിത്തി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തത്. കൂടാതെ MLA ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ കേണി പാലം മുതൽ നമ്മുടെ താര സാനിറ്ററി വരെയുള്ള പ്ലാമൂട് പാലം വരെയുള്ള ആ ഭാഗത്തെ പാർശ്വഭിത്തി നമ്മൾ കെട്ടി ബലപ്പെടുത്തിയതും MLA സഹായത്തോടു കൂടിയാണ്. അറിയിക്കാം തീർച്ചയായിട്ടും അറിയിക്കാം. ഓക്കെ. വക്കീലെ വിളിക്കാറില്ല. വക്കീലെന്ന് വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്, കാരണം നമ്മൾ ആ പണി ചെയ്യുന്നതാണല്ലോ. പക്ഷെ അധികാരം വിളിക്കാറില്ല. അതെ 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 കൗൺസിലർ ആയ ശേഷം വക്കീലെന്നുള്ള വിളി കുറഞ്ഞു. അപ്പൊ ഞങ്ങളൊന്ന് ഓർമ്മിക്കാം, വിളിക്കുന്നത് ഇഷ്ടം അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയുള്ള പ്രോജക്റ്റുകൾ എന്താണെന്ന് പറയാം. നമ്മളിപ്പോ നിലവിൽ അവിടെ നമ്മുടെ ശ്രീനഗർ പ്രദേശത്ത് ഒരു ഓപ്പൺ സ്റ്റേജ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1 മാസത്തിനുള്ളിൽ അത് നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. വാർഡുകാർക്ക് മാത്രമാണോ പബ്ലിക്? അല്ല, നമുക്ക് പബ്ലിക് ആക്സസിന് വേണ്ടിയിട്ടാണ്. അതൊരു വലിയ റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ വാർഡിലുള്ള ആളുകൾക്കും പൊതു ആളുകൾക്കും അവിടെ വരികയും അവർക്ക് ആ ഓപ്പൺ സ്റ്റേജ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാണ്. പ്രത്യേകിച്ച് നമ്മളെ യുവജനങ്ങളെ വിദ്യാർത്ഥികളും അവരെ ഇപ്പോൾ ലഹരി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാതെ വൈകുന്നേരങ്ങളിൽ അവർക്ക് വന്ന് കലാ സാംസ്കാരിക പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു ഇടമാക്കി നമ്മൾ അതിനെ മാറ്റുകയാണ്. അപ്പൊ അവിടെ അത് ഒരു റെസിഡൻഷ്യൽ ഏരിയക്കകത്താണ്. അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു വളരെ ഭംഗിയുള്ള ഒരു കുളമുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം വയോജനങ്ങൾക്കും ആർക്കും വന്ന് ഇരിക്കാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ തന്നെ അതിനോടനുബന്ധമായി ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. ഇതേ പ്രദേശത്ത് തന്നെ നമ്മളൊരു ഡ്രെയിനേജ് കണക്ഷൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ സിറ്റിയുടെ ഹൃദയഭാഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും ഡ്രെയിനേജ് കണക്ഷൻ നമ്മുടെ പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിന് കാരണം ഈ കേശവദാസപുരം വരുന്ന പ്രധാന റോഡ്, നമ്മുടെ MC റോഡ് വരുന്ന ഭാഗവും ഇപ്പുറത്തുമൊക്കെ ഉയർന്നു നിൽക്കുകയും ഈ ബാക്കി കേശവദാസപുരത്തിന്റെ ഉൾഭാഗം എല്ലാം താഴ്ന്ന പ്രദേശവുമാണ്. അപ്പോൾ MG കോളേജിന്റെ ആ കോളേജ് ഇരിക്കുന്ന കുന്നിന് താഴേക്കാണ് വാർഡിന്റെ ബാക്കി ഭാഗം വരുന്നത്. അപ്പൊ അവിടേക്ക് ഡ്രെയിനേജ് കണക്ഷൻ നമ്മൾ പ്രധാന ലൈനിലേക്ക് കൊടുക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഡ്രെയിനേജ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി MLAയുമായി നമ്മൾ ഒരു വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കി. ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ തയ്യാറാക്കുകയും അതിപ്പോൾ നമ്മൾ ഈ ശ്രീനഗർ പ്രദേശത്ത് നമുക്കത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അവിടെ നമുക്ക് ഈ ഡ്രെയിനേജ് കണക്ഷൻ കൊണ്ടുപോകുന്നതിന് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ വേണം നമുക്ക് ഈ ഡ്രെയിനേജ് കണക്ഷൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ വഴിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സ്ഥലം വിട്ടുതരികയും എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം കുടുംബങ്ങൾക്ക് ഡ്രെയിനേജ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഉപകാരം വരുന്ന ഒരു ഡ്രെയിനേജ് കണക്ഷൻ ഇപ്പോൾ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. MLA അത് ആ വർക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ വർക്ക് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും ഇത്രയും സമയം കേശവദാസപുരം വാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രോജക്റ്റുകളെ കുറിച്ച് പറയുകയും ചെയ്തത് നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് ഫോൺ കോൾസും വന്നു. എന്തായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വക്കീലിന് നന്ദി പറയുന്നതിന് മുമ്പേ ഇനിയും അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കുവാൻ, ജനപ്രതിനിധിയായി നിൽക്കുവാൻ ആരോഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations.tvm@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.